ഞാനിന്ന് കോൾഗേറ്റ് ഇന്ത്യയുടെ ഒരു വാട്സപ്പ് ക്യാമ്പയിൻ കണ്ടിട്ടോ. അപ്പോൾ അതിൽ നല്ലൊരു എക്സാമ്പിളായത് കാരണമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഒരു ഡെൻ്റൽ ഹെൽത്ത് ടെസ്റ്റ് എന്നുള്ള രൂപത്തിൽ ഫ്രീ AL ഡെൻ്റൽ റിപ്പോർട്ട് കിട്ടുന്ന ഒരു സംഭവം. അത് വാട്സപ്പ് വഴി അവർ ചെയ്തു വെച്ചു. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഈ ഒരു ആഡിൽ ക്ലിക്ക് ചെയ്തു, നേരെ വാട്സപ്പിലേക്കാണ് പോയത്. അപ്പോൾ ഹലോ കോൾഗേറ്റ് ഇന്ത്യ എന്നുള്ളൊരു മെസ്സേജ് കിടക്കുന്നുണ്ട്, അത് സെൻഡ് ചെയ്ത് കൊടുത്തു. അതിന് റിപ്ലൈ ആയിട്ട് നമുക്ക് ലാംഗ്വേജ് ചൂസ് ചെയ്യാനാണ് പറയുന്നത്. ലാംഗ്വേജ് ചൂസ് ചെയ്യാണ്, ഞാൻ ഇംഗ്ലീഷ് തന്നെ കൊടുക്കുകയാണ്. ഒരു വെൽക്കം മെസ്സേജ് വന്നു, അതിൻ്റെ ഒപ്പം ഒരു ഇമേജ്, ഒരു കൺസെൻറ്റ് ചോദിച്ചുകൊണ്ട് നമ്മൾ അതുപോലെ അവരുടെ ടേംസ് ഓഫ് യൂസ്, പ്രൈവസി പോളിസി ഇതെല്ലാം ഞാനൊരു എഗ്രി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഡെൻ്റൽ റിപ്പോർട്ട് 2 മിനിറ്റ് കൊണ്ട് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വന്നു. അപ്പോൾ നമ്മുടെ ഫുള്ള് പേര് ചോദിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് മുഹമ്മദ് കൊടുത്തു. അതുപോലെ ഏജ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 31 to 34 കൊടുക്കുകയാണ്. ഇപ്പോൾ കണ്ടോ, അപ്പോൾ നമുക്കൊരു 1 2 3 4 ക്ലിക്കുകൾ വന്നു. അപ്പോൾ റിപ്ലൈക്ക് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. കുറച്ച് API അല്ലെങ്കിൽ എന്തോ ഡിലേ വരുന്നുണ്ട്. എത്ര തവണ ബ്രഷ് ചെയ്യാറുണ്ട് ചോദിക്കുന്നുണ്ട്. 2 times കൊടുത്തു. നമ്മൾ ആലോചിക്കണം, ഒരു ടൂത്ത് പേസ്റ്റിൻ്റെ ഒരു പ്രോഡക്റ്റാണ് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഡെൻ്റൽ ഡോക്ടറോ അല്ലെങ്കിൽ ഡെൻ്റൽ ക്ലിനിക്കിൻ്റെ ഒന്നും ഒരു പരസ്യമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രൊഡക്റ്റോ ഒന്നുമല്ല. നമ്മൾ പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന ഒരു കോൾഗേറ്റിൻ്റെ ഒരു FMCG പ്രോഡക്റ്റ് ആണ് ഈ രൂപത്തിൽ മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിന് റിപ്ലൈ ആയിട്ട് അടുത്ത ക്വസ്റ്റ്യൻ വന്നു, നിങ്ങൾ ഏതാണ് കൂടുതൽ സമയത്ത് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ 2 times കൂടുതൽ ഉപയോഗിക്കുന്നതാണ്. ടീ, കോഫി, സ്വീറ്റ്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, അങ്ങനെ പലതുമായിട്ട് നമ്മൾ നൺ ഓഫ് ദ അബവ് കൊടുക്കുക. ഇത് 2 times കൂടുതലൊന്നും നമ്മൾ ഉപയോഗിക്കാറില്ല. അല്ലാണ്ട് ടീ കോഫി കൊടുത്തു വെക്കുക, സബ്മിറ്റ് ചെയ്ത്. ഇതൊരു ഫോമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഓറൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോയെന്നും, ക്യാവിറ്റി, ടൂത്ത് സെൻസിറ്റിവിറ്റി, സോളഗംസ്, ബ്ലീഡിങ്, അതുപോലെ കുറേ ഫ്രീക്വൻറ്റ് ടൂത്ത് പെയിൻ കൊടുത്തു വെക്കുക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ടുബാക്കോ പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഇപ്പോൾ നോ കൊടുക്കുക നമുക്ക്. ഞാനിതുവരെ യൂസ് ചെയ്യാറില്ല. ഡയബറ്റീസ് ഉണ്ടോ? നോ. താങ്ക് യു ഫോർ റെസ്പോൺസ്. ടൈം ഫോർ 3 pictures. അപ്പോൾ നമ്മുടെ ഫോട്ടോ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ പിക്ചർ എടുത്തിട്ട്, അപ്പോൾ എന്നോട് ഒരു 3 ഇമേജസ് അയച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു, നമ്മുടെ പല്ലിൻ്റെ ഇതായിട്ടുള്ള. അപ്പോൾ ഞാൻ കുറേ ഇമേജുകൾ അയച്ചു കൊടുത്തു. എന്നിട്ട് എന്നോട് പറഞ്ഞു, അപ്പോൾ എൻ്റെ ഇമേജുകൾ ശരിയാവുന്നില്ല, അപ്പോൾ അതിലൊരു ഇമേജ് ശരിയാവുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറേ റീടേക്ക് എടുത്തു, പക്ഷേ അത് കറക്റ്റ് ആവുന്നില്ല. അപ്പോൾ ഞാനൊരു ബേസിക് റിപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു അതെല്ലാം മെനു ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. ബേസിക് റിപ്പോർട്ട് പ്രോസസ്സിംഗ് ആണെന്ന് പറഞ്ഞിട്ട് കാണിച്ചു. നമുക്ക് എങ്ങനെ ബേസിക് റിപ്പോർട്ട് എങ്ങനെ ഉണ്ട് നോക്കാം. ഇതാണ് അവരുടെ ബേസിക് സ്കോർ തന്നിട്ടുള്ളത്. ക്യാവിറ്റി ഹൈ ആണ്, ഗം ഇഷ്യൂസ് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ഇമേജ് അനലൈസ് ചെയ്തിട്ട് പറയുന്നതാണ്. ഗം ഇഷ്യൂസ്, ക്യാവിറ്റി ഇതെല്ലാം പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇനി അത് ജസ്റ്റ് ഓരോ 6 മാസത്തിൽ ഒരു ഡെൻറ്റിസ്റ്റിനെ കാണാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പ് തന്നിട്ടുണ്ട്. ഫ്രീ ഡെൻറ്റിസ്റ്റ് കൺസൾട്ടേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അടുത്തുള്ള ക്ലിനിക്കുകൾ നമുക്ക് നോക്കാം. അപ്പോൾ അടുത്ത ക്ലിനിക്കുകൾ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമ്മോട് പിൻകോഡ് ചോദിച്ചിട്ടൊരു മെസ്സേജ് വന്നു. അപ്പോൾ ഞാൻ പിൻകോഡ് കൊടുക്കുകയാണ്. ചെക്കിങ് എന്നുള്ളൊരു റിപ്ലൈ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്തുള്ള കുറച്ച് ഡെൻറ്റിസ്റ്റുകളെ പേരും അഡ്രസ്സും കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട്. യു ക്യാൻ വിസിറ്റ് അബൌട്ട് ഡെൻറ്റിസ്റ്റ് അറ്റ് യുവർ ഓൺ കൺവീനിയൻസ് എന്നുള്ള ഷോ ദ റിപ്പോർട്ട്. നമ്മുടെ മെയിൽ ID ചോദിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് മെയിൽ ID സ്കിപ്പ് ചെയ്യാണ്. അപ്പോൾ ആ ഒരു ഇനീഷ്യേറ്റീവിന് താങ്ക് യു പറഞ്ഞിട്ടുള്ളൊരു താങ്ക് യു മെസ്സേജ്. അതുപോലെ ഈ ഒരു സംഭവം നമ്മുടെ മറ്റുള്ള ഫ്രണ്ട്സിനും ഇതെല്ലാം സജസ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഷെയർ ചെയ്യണമെങ്കിൽ ചെയ്യാമെന്നെല്ലാം പറഞ്ഞിട്ട് ഒരു മെസ്സേജ്. ഇനിയൊരു വേറൊരു ഡെൻ്റൽ സ്ക്രീനിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു ബട്ടണായിട്ട് പുതിയ ആളുടെ പേരിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു സംഭവത്തിൽ. ഇതുപോലെ നമ്മൾ പല സ്ട്രാറ്റജികളും നമ്മുടെ ബിസിനസ്സിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ വാട്സപ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ ഇതെന്ത് ചെയ്യേണ്ട, ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്തിടണം, നിങ്ങളുടെ ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കണക്ട് ചെയ്തോളൂ. ഇനി നിങ്ങൾക്കിത് പഠിക്കണമെന്നുണ്ടെങ്കിൽ, ഇതുപോലെ പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. താങ്ക് യു സോ മച്ച്.